ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ മൗണ്ടനെ നടന്ന് കാണാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ ആ റെസ്റ്റോറൻറ്റിൻ്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് നടക്കുമ്പം റെഫ്യൂജീസ് ആപ്പൻസ് എന്ന് പറഞ്ഞ് വേറൊരു റെസ്റ്റോറൻറ്റും കുറേ ഷോപ്സൊക്കെ ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേറൊരു ഓപ്ഷനുള്ളത് ക്വാഡ് ടൂർ. ഈ ചെറിയ വണ്ടിയിൽ നമുക്ക് 2 പേർക്ക് ഒരേ സമയം കയറിയിട്ട് മൗണ്ടനിൽ കുറച്ച് സ്ഥലം വരെ ഇതിന് പോകാൻ സാധിക്കും. പക്ഷേ അതിന് ഒരാൾക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് വേണമെന്നുള്ളൊരു മാൻഡറ്ററി ഇത് മാത്രമേ ഉള്ളൂ. നമ്മളതിന് പോയില്ല. നമ്മൾ പാസ് എടുത്തിട്ട് സ്ഥലങ്ങൾ നടന്ന് കാണാനായിട്ടാണ് ശ്രമിച്ചത്. അപ്പം നമ്മൾ അവിടുന്ന് പാസ് എടുത്തതിന് ശേഷം മുകളിലോട്ട് കുറേ ദൂരം നടന്നു. അപ്പം ഒരു സെക്ഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാണുന്ന വ്യൂ ആയത് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് സെർച്ച് ചെയ്തിട്ട് പോകുമ്പോൾ ഫുൾ ഏരിയ ബ്ലാക്ക് ആയിരിക്കുമോ, ഒരു ഭംഗി ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ശരിക്കും ഒരു ബ്രൗണും റെഡും ബ്ലാക്കും ഒക്കെ കൂടി മിക്സ് ചെയ്ത പല വേരിയേഷനാണ് കളേഴ്സ്. അതിൻ്റെ കൂടെ ഈ മഞ്ഞ് തൈ കാണുന്ന പോലെ തന്നെ ആ മലകളിൽ കൂടി എല്ലാം ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ചില നേരം നമ്മൾ ഫുള്ള് മഞ്ഞിൽ കവറായ പോലെ തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പക്ക ക്ലിയറായിട്ട് നല്ല വ്യൂ ആയിട്ട് തോന്നും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു അതിൽ ഇങ്ങനെ കുറേ നേരം നടന്ന് കാണാൻ. പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ട് അവർ കുറേ കളിക്കാനൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് വിശക്കാൻ തുടങ്ങി. താഴെ ഇറങ്ങി നമ്മളൊരു റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തി. അപ്പം ഈ റെസ്റ്റോറൻറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന വിൻഡോ 2001 ലാവ വന്ന് ഈ വോൾക്കാനോ പൊട്ടിയ സമയത്ത് ഡാമേജ്ഡ് ആയതാണ്. ഈ ഇമേജിൽ കാണുന്ന പോലെയായിരുന്നു. അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്ര ഇതാണ്. പിന്നീടുള്ള വെച്ചാൽ വിൻ്ററിൽ ഈ സെയിം പ്ലേസ് ഇങ്ങനെയായിരിക്കും കേട്ടോ കാണുക. ആ റെസ്റ്റോറൻറ്റിൽ കുറേ ഇമേജസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ചുമ്മാ എടുത്തതാണ്. നമ്മളിവിടെ വെച്ച് വീണ്ടും ഒരു കോഫിയൊക്കെ കുടിച്ച് കുറച്ച് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ 2 ട്രിപ്പായി. ഞാനും PS-ഉം കൂടെ ആദ്യം ഇവിടെ നടന്ന് കയറാനായിട്ട് കയറിപ്പോയി കേട്ടോ. അപ്പം അവിടെ പോണ വഴിക്ക് നമ്മൾ ആ മണ്ണ് നോക്കുമായിരുന്നു. അത് ശരിക്കും ഒത്തിരി ഈ ലാവ് പൊട്ടി വന്ന് ഉണ്ടായ ആ ഫോർമേഷൻ ഫുള്ളും ഭയങ്കര വളമുള്ളൊരു മണ്ണാണെന്നാണ് പറയണേ. അത് മേളിലെത്തിയിട്ട് മേളിൽ ഒരു സെക്ഷനിൽ കൂടെ നടക്കുന്ന വീഡിയോ കേട്ടോ. ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനോ ഭയങ്കര ഒരു ഫീലോ. എനിക്കതിന് മണ്ടയിൽ കയറിയിട്ട് കൂവാനൊക്കെ തോന്നി. ഞാൻ കുറച്ച് കൂവൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ PS എന്നോട് പറഞ്ഞ് മിണ്ടാണ്ടിരിക്കുക, വല്ല എമർജൻസി എന്നോർത്ത് ആരെങ്കിലും വരൂ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും നമുക്ക് സന്തോഷം നന്നായിട്ട് തോന്നുന്നൊരു എന്താ പറയുക യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതിൽ കുറേ എക്സ്പ്ലോർ ചെയ്തു, കുറേ നടന്നു. പിന്നെ ഒരുപാട് പോയ വഴിയല്ല തിരിച്ചിറങ്ങി വന്നത്. പോയ വഴി കയറാൻ ഇത്തിരി ഭയങ്കര കുത്തനെയായിരുന്നു. പക്ഷെ തിരിച്ചിറങ്ങി വന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സ്ലോപ്പ് വഴിയായിരുന്നു, അതുകൊണ്ട് എളുപ്പമായിരുന്നു